പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം പുറപ്പെടുകയാണ്. ദുരന്ത മേഖലയിൽ റോഡ് മാർഗമുള്ള സന്ദർശനമാണ് ലക്ഷ്യം. ചൂരൽമലയാണ് അദ്ദേഹത്തിന്റെ അടുത്ത പോയിന്റ് എന്ന് വേണം മനസ്സിലാക്കാൻ. ബെയിലി പാലം കടന്ന് അദ്ദേഹം എത്തും. ഈ കൽപ്പറ്റയിൽ നിന്നും റോഡ് മാർഗം ഏകദേശം 30 കിലോമീറ്ററോളം ദൂരമാണ് ദുരന്ത മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ളത്. അവിടേക്കാണ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പുറപ്പെടുന്നത്. ആ വാഹന സംസ്ഥാന മന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, ഒപ്പം മറ്റ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ഇവരുടെ ഒക്കെ സാന്നിധ്യമുണ്ട്. അവിടേക്ക് പ്രധാനമന്ത്രി പുറപ്പെടുകയാണ്. അദ്ദേഹം വ്യോമമാർഗം കണ്ടതാണ്. എന്താണ് വയനാടിന് സംഭവിച്ചത്, വയനാടൻ ഭൂപ്രകൃതിക്ക് പറ്റിയത് എന്താണ്, 2 ഗ്രാമങ്ങൾ ഒലിച്ചു പോയത് എങ്ങനെയാണ്, ഇപ്പോഴുള്ള അവസ്ഥ അദ്ദേഹം കണ്ടതാണ്. ഇനി അദ്ദേഹം നേരിട്ട് ആ മേഖലകളിലേക്ക് എത്തുകയാണ്. ദുരന്തത്തെ അതിജീവിച്ചവരെ നേരിട്ട് കാണുന്നതിന് വേണ്ടി ആ ദുരന്ത മേഖലകളിൽ നേരിട്ട് എത്തുന്നതാണ് അദ്ദേഹം. ചൂരൽമലയിലേക്ക് അദ്ദേഹം എത്തി അവിടെ സന്ദർശനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ബെയിലി പാലവും ആ മേഖലകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. ഇങ്ങനെ അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾ അവിടെ തുടരുകയാണ്. പ്രധാനമന്ത്രി നേരത്തെ നിശ്ചയിച്ച പ്രകാരം കേരളത്തിലേക്ക് വരുന്നു, വയനാട്ടിലേക്ക് വരുന്നു. അദ്ദേഹം ഈ സന്ദർശന പരിപാടികളിൽ വയനാടൻ ജനതയുടെ കണ്ണീരൊപ്പാനുള്ള കൃത്യമായ പദ്ധതികൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമുണ്ട്. അങ്ങനെ ഇരു സർക്കാരുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ കണ്ണീരൊപ്പുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയെ സ്വീകരിച്ച ശേഷം പ്രധാനപ്പെട്ട വ്യക്തികൾ പുറത്തേക്ക് വരുന്നു. സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജനുണ്ട്, ഒപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, ഇവര് ഒക്കെ ഉണ്ട്. അങ്ങനെ രാഷ്ട്രീയം മറന്നുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്ന സന്ദേശം കൂടി കൈമാറൽ ഈ കാഴ്ചകളിലുണ്ട്. നമുക്കൊന്നിക്കാം, വയനാട്ടിലെ പ്രിയപ്പെട്ടവരുമായി ചേർന്ന് നിൽക്കാം. അവിടെ ഈ സൗഹൃദം നമുക്ക് വയനാടൻ ജനതയുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയുള്ള കരുത്തായി മാറണം. ആ സന്ദേശം പങ്കുവെക്കൽ കൂടി ഈ കാഴ്ചകൾക്ക് കൂടി ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഇനി അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾ ആരംഭിക്കുകയാണ്. അദ്ദേഹം വ്യോമമാർഗമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരീക്ഷണത്തിന് ശേഷം അദ്ദേഹം ഇനി ഈ ദുരന്ത മേഖലകളിൽ നേരിട്ടെത്തുകയാണ്. ചൂരൽമലയിലെ ആ ദുരന്ത മേഖലകളിലേക്ക് എത്തുന്നു. ഒപ്പം ബെയിലി പാലവും അതിന്റെ ആ മേഖലകളിലുമുള്ള സന്ദർശനം, ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള സന്ദർശനം, അതിനുശേഷം വിംസ് ആശുപത്രിയിലെത്തി അദ്ദേഹം നടത്തുന്ന സന്ദർശനം, അതിന് പിന്നാലെ അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഈ തുടർ പദ്ധതികളുടെ കൂടിയാലോചനകളിലും പങ്കെടുത്ത ശേഷമായിരിക്കും അദ്ദേഹം ഡൽഹിക്ക് മടങ്ങുക. അങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികൾ മുന്നോട്ട് പോകുന്നത്.